എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ സഹോദര, നിനക്ക് എവിടെന്നാടാ ജോലി കിട്ടിയത്? നിനക്ക് എവിടെന്നാ ജോലി കിട്ടിയത്? വായി നോക്കി റോഡിലൂടെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങൾക്കൊക്കെ. അന്ന് നമ്മുടെ ഉമ്മയും ബാപ്പയും ദുആ ചെയ്യും. ഉസ്താദന്മാരുടെ കയ്യിൽ സദക്ക കൊടുത്തിട്ട് പ്രത്യേകം ദുആ ചെയ്യിപ്പിക്കും. ഉസ്താദെ, എന്റെ മോനൊരു ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ഉമ്മയും ബാപ്പയും ദുആ ചെയ്ത് നിനക്കൊരു നല്ല ജോലി കിട്ടി, ഗൾഫിലൊരു ജോലി. ഗൾഫിൽ പോകാൻ നേരത്ത് ഉമ്മ പറഞ്ഞു, മോനെ പേടിക്കണ്ടടാ, കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ് യാത്രയാക്കി ഗൾഫിൽ പോയപ്പോ വിളിച്ചു പറയാ, ഉമ്മ ഇവിടെ ഭയങ്കര ചൂടാ ഉമ്മ, അറബി ഭയങ്കരം, അള്ളാഹുവെ വല്ലാത്തവനാ ഉമ്മച്ചി, ശമ്പളമൊക്കെ കുറവാ ഉമ്മ പറഞ്ഞു, എല്ലാം ശരിയാകും മോനെ, ഞാൻ ദുആ ചെയ്യാം, നീ ഒന്നവിടെ പിടിച്ചു നിൽക്ക്. അവസാനം ഉമ്മ ഇവിടെ കിടന്ന് ദുആ ചെയ്തു. അറബിയുടെ മനസ്സ് വരെ മാറി. നിനക്ക് നല്ല ശമ്പളമായി, നല്ല ജോലിയായി, നീ നല്ല നിലയിലായി. ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മോന് സാലിഹത്തായ ഒരു പെണ്ണിനെ കൊടുക്കണേ തമ്പുരാനെ, എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ. നീ ദുആ ചെയ്തിട്ടല്ല, നിന്റെ ഉമ്മയും ബാപ്പയും ദുആ ചെയ്തു. അങ്ങനെ നല്ല കുടുംബത്തിൽ നിന്ന് നിനക്കൊരു പെണ്ണ് കിട്ടി. അൽഹംദുലില്ലാ, നല്ല സമ്പത്ത്, നല്ല മണമൊക്കെ, സ്വർണ്ണമൊക്കെ ഒരുപാട് കിട്ടി, ജാഗയൊക്കെ ഒരുപാട്. അത് കഴിഞ്ഞു പടച്ചവനെ, നീ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എന്റെ മോനൊരു കുഞ്ഞിനെ കൂടെ കൊടുക്കണേ അല്ലാ. ഉമ്മയും ബാപ്പയും ദുആ ചെയ്തു, നിനക്കും മക്കളെ കിട്ടി. അത് കഴിഞ്ഞപ്പോ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എല്ലാവർക്കും വീടായി, എന്റെ മോക്കൂടെ ഒരു വീട് കൊടുക്കണേ അല്ലാ, എന്റെ മോനൊരു വീട് കൊടുക്കണേ അല്ലാ. അങ്ങനെ ഈ നാട്ടിൽ ഒരു 2 നിലയുള്ള വീട് നീ വെച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അവസാനം നിന്റെ വീടിന്റെ പാലുകാച്ചലൊക്കെ നടന്നു. ഉമ്മായും വാപ്പായും വീടിന്റെ അകത്ത് കൊണ്ടിരുത്തിയിട്ട് നീ എന്തേ പറഞ്ഞത്? 2 പേരും വല്ലതും തിന്നിട്ട് ഇതിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങി കടന്നുകൊള്ളണം. അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്, ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കുന്ന മക്കളുടെ കാലം കണ്ടാൽ ഇത് തലയിലേക്ക് ഇടിഞ്ഞു വീഴാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ